ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ശക്തമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ രാജ്യത്ത് 17,360 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലോഡാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ 17,120 മെഗാവാട്ടായിരുന്നു ഇതിനു മുമ്പത്തെ ഏറ്റവും ഉയർന്ന ലോഡ്. അതേസമയം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചനയില്ലെങ്കിലും വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഉപഭോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ ആലോചനയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 65 ഉയർത്തി. സൗദി വിഷൻ 2030 പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായാണ് തീരുമാനം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് അംഗീകാരം നൽകുകയായിരുന്നു. സൗദിയിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് പുതിയ തീരുമാനം ബാധകമാകും. നിലവിൽ 58 വയസ്സാണ് രാജ്യത്തെ വിരമിക്കൽ പ്രായം. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പൗരന്മാരും പ്രവാസികളുമായ ജീവനക്കാർക്ക് സുസ്ഥിരമായ ജീവിത സാഹചര്യം ഉറപ്പാക്കാനും വിരമിച്ചവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സൗദി മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഈ മാറ്റത്തോടൊപ്പം സോഷ്യൽ ഇൻഷുറൻസ് സംവിധാനത്തിൽ സുപ്രധാന ഭേദഗതികളും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഫോർ റിട്ടയർമെന്റ് അഫയേഴ്സ് അറിയിച്ചു. ഇത് രാജ്യത്തെ ജീവനക്കാർക്ക് ഉയർന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. മസ്കറ്റ് വാദി കബീറിൽ ഇന്നലെ നടന്ന വെടിവെപ്പിൽ മരണം 9. ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 6 സാധാരണക്കാരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അക്രമി സംഘത്തിലെ 3 പേരും കൊല്ലപ്പെട്ടു. കൂടാതെ വിവിധ രാജ്യക്കാരായ 28 പ്രവാസികൾക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ പോലീസ് ഓഫീസർമാർ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ് ജീവനക്കാർ എന്നിവരുൾപ്പെടെ 4 പേർ ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ പരിക്കേറ്റു. പരിക്കേറ്റ എല്ലാവരെയും ചികിത്സയ്ക്കായി ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ചുള്ള മുഴുവൻ സാഹചര്യങ്ങളും കണ്ടെത്തുന്നതിന് ആർഒപിയും മറ്റ് സുരക്ഷാ സേവനങ്ങളും അന്വേഷണം തുടരുകയാണ്. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതായും റോയൽ ഒമാൻ പോലീസ് അറിയിപ്പിൽ പറയുന്നു. റോയൽ ഒമാൻ പോലീസ് എല്ലാ സാഹചര്യവും നിയന്ത്രിക്കുന്നതിന് സഹകരിച്ച പൊതുജനങ്ങൾക്കും നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. ഒപ്പം ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും വിവരങ്ങൾ അറിയുവാനും വിശ്വസനീയമല്ലാത്ത വിവരങ്ങൾ അവഗണിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു. ഒമാനിലെ ദാഖ്ലിയ ഗവർണറേറ്റിലെ വീടുകളിൽ മോഷണം നടത്തിയ ശേഷം മറ്റൊരു ഗൾഫ് രാജ്യത്തേക്ക് കടന്നു കളഞ്ഞ 2 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റിലെ 4 വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച ശേഷം ഏഷ്യൻ രാജ്യക്കാരായ പ്രതികൾ ഒമാൻ വിടുകയായിരുന്നു. ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ആർഒപി കുറ്റാന്വേഷണ വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രവാസികളെ പിടികൂടിയത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ 8 മോഷണ കേസുകളിൽ പ്രതികളായ 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ആവശ്യപ്പെടുന്നു. സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റ് സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർ പരിശോധിച്ച് അനുമതി നൽകും. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ 8 നിയമലംഘനമാണ്. ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് 10 ദിവസം മുതൽ 6 മാസം വരെ തടവും 6,000 മുതൽ 50,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് അധികൃതർ തുടർ പരിശോധനകളും നടത്തിവരുന്നുണ്ട്. അനുമതിയില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിനോദ സഞ്ചാരികളാണ് കടന്നുവരുന്നത്.
ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയവും നടപടി സ്വീകരിച്ചു വരികയാണ്. പർവ്വതനിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ്. ബാങ്ക് മസ്കറ്റ് ഒമാനിൽ സാംസങ് പേ സേവനം ആരംഭിച്ചു. ബാങ്ക് മസ്കറ്റ് അക്കൗണ്ടുള്ള സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സാംസങ് വാലറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഡെബിറ്റ് കാർഡ് ഇതിലേക്ക് ഡിജിറ്റലായി ചേർക്കാൻ സാധിക്കും. ഇതുവഴി ATM കാർഡിന് പകരം സാംസങ് പേ ഉപയോഗപ്പെടുത്താം. വാണിജ്യ കേന്ദ്രങ്ങളിലും മറ്റും പേയ്മെന്റിനായി ടാപ്പ് ചെയ്ത് സേവനം ഉപയോഗിക്കാം. മറ്റ് ചില ബാങ്കുകളും ഒമാനിൽ ഈ സേവനം നൽകി വരുന്നുണ്ട്. ഒമാനിൽ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവും ആരംഭിക്കുകയാണ്. വരുന്ന മാസങ്ങളിൽ ആപ്പിൾ പേ രാജ്യത്ത് ലഭ്യമാകുമെന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർ സൂചന നൽകി. ഫോണിലൂടെയും വെബ്സൈറ്റിലൂടെയും ആപ്പിൾ പേ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ സാധിക്കും. കൊമാക്സ് 2024 പ്രദർശനത്തിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഉദ്യോഗസ്ഥൻ ഒമാനിലെ ഉപഭോക്താക്കൾക്ക് ഫോൺ പേ സംവിധാനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക മാധ്യമത്തിനോട് വ്യക്തമാക്കിയത്. ഐഫോൺ ഉപയോക്താക്കൾക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിനു പകരം ആപ്പിൾ പേ ഉപയോഗിക്കാം. ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാവായ ആപ്പിളും ഇതിനായി സജ്ജമാകുന്ന മുറയ്ക്ക് സംവിധാനം നടപ്പിലാക്കും. പ്രത്യേക നിരക്ക് ഈടാക്കാതെയാണ് ഈ സൗകര്യം ലഭിക്കുക. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിലവിൽ ആപ്പിൾ പേ സംവിധാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ജൂലൈ 19 വെള്ളിയാഴ്ച നടക്കും. എംബസി പരിസരത്ത് ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച് 4 മണിക്ക് അവസാനിക്കും. അംബാസിഡർ അമിത് നാരംഗ് പരിപാടിയിൽ പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും. അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ഒമാനിലെ നക്ഷത്ര ഹോട്ടലുകളിലെ വരുമാനം വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. 2024 മെയ് അവസാനം വരെ 108 ദശലക്ഷം റിയാലാണ് 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളുടെ വരുമാനം. 2023 ഇതേ കാലയളവിലെ വരുമാനത്തെ അപേക്ഷിച്ച് 10.2% വർധനവാണ് രേഖപ്പെടുത്തിയത്. മസ്കറ്റ് ഗവർണറേറ്റിലെ ബന്ദർ അൽ ഖൈറാൻ മേഖലയിൽ കടലിൽ നിന്നും 700 കിലോഗ്രാമിലധികം മാലിന്യങ്ങൾ ശേഖരിച്ചു. മത്സ്യബന്ധന വലകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഉൾപ്പെടുന്നവയാണ് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. കടൽ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പരിസ്ഥിതി വിഭാഗത്തിന്റെ നടപടിയുടെ തുടർച്ചയായിരുന്നു അടിത്തട്ടിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കടലിലേക്ക് വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പരിസ്ഥിതി വിഭാഗം ഓർമ്മിപ്പിച്ചു.